സംസ്ഥാനത്ത് വിവിധ ജില്ലകളിലായി 571 പേർ നിപ സമ്പർക്ക പട്ടികയിലെന്ന് ആരോഗ്യവകുപ്പ്. 27 പേർ ഹയസ്റ്റ് റിസ്കിലും 78 പേർ ഹൈ റിസ്ക് വിഭാഗത്തിലും ഇപ്പോൾ നിരീക്ഷണത്തിൽ കഴിയുകയാണ്. അലക്സ് റാം മുഹമ്മദ് തിരുവനന്തപുരത്തും ചേർന്ന് കൂടുതൽ വിവരങ്ങളുമായി. അലക്സ്, പുതിയ നിപ സമ്പർക്ക പട്ടികയിലെ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. എന്താണ് മറ്റു വിവരങ്ങൾ ആരോഗ്യവകുപ്പ് നൽകുന്നത്? പ്രജിൻ, സംസ്ഥാനത്തെ നിപ സാഹചര്യം ആശങ്കപ്പെടേണ്ട ഘട്ടത്തിലല്ല എന്ന് ഇന്നലെ ആരോഗ്യമന്ത്രി വീണ ജോർജ് വ്യക്തമാക്കിയിരുന്നു. 4 പേർക്കാണ് നേരത്തെ നിപ പോസിറ്റീവ് സ്ഥിരീകരിച്ചത്. പക്ഷേ ഇവരുടെ സമ്പർക്ക പട്ടികയിലുള്ളവരുടെ, പ്രത്യേകിച്ച് ഹൈറിസ്ക് കോൺടാക്റ്റിലടക്കമുള്ളവരുടെ പരിശോധനാ ഫലങ്ങൾ തുടർച്ചയായി നെഗറ്റീവ് ആകുന്നു എന്നുള്ളതാണ് ആശ്വാസകരമായ കാര്യം. അപ്പോഴും ശക്തമായ പ്രതിരോധവും ശക്തമായ ജാഗ്രതയും തുടരുന്നുവെന്ന് ആരോഗ്യവകുപ്പ് വ്യക്തമാക്കിയിട്ടുണ്ട്. നിലവിൽ ആരോഗ്യവകുപ്പ് അറിയിക്കുന്നത് 571 പേർ സംസ്ഥാനത്തെ നിപ സമ്പർക്ക പട്ടികയിലുണ്ടെന്നാണ്. മലപ്പുറം ജില്ലയിൽ 62 പേരും, പാലക്കാട് 418 പേരും, കോഴിക്കോട് 89 പേരും, എറണാകുളം, തൃശൂർ ജില്ലകളിൽ ഒരാൾ വീതവും സമ്പർക്ക പട്ടികയിലുള്ളതായി ആരോഗ്യവകുപ്പ് അറിയിക്കുന്നു. മലപ്പുറത്ത് 13 പേർ ഐസൊലേഷനിൽ ചികിത്സയിലുണ്ട്. ഐസൊലേഷൻ കാലം പൂർത്തിയാക്കിയ മലപ്പുറം ജില്ലയിൽ നിന്നുള്ള ഒരാളെയും, പാലക്കാട് നിന്നുള്ള 2 പേരെയും, കോഴിക്കോട് നിന്നുള്ള 7 പേരെയും സമ്പർക്ക പട്ടികയിൽ നിന്നും ഒഴിവാക്കിയതായും ആരോഗ്യവകുപ്പ് അറിയിക്കുന്നു. പാലക്കാട് ഒരാൾ ഐസൊലേഷനിൽ ഇപ്പോഴും ചികിത്സയിലാണ്. സംസ്ഥാനത്താകെ 27 പേർ ഹയസ്റ്റ് റിസ്കിലും 78 പേർ ഹൈറിസ്ക് വിഭാഗത്തിലും നിരീക്ഷണത്തിലുള്ളതായി ആരോഗ്യവകുപ്പ് വ്യക്തമാക്കുന്നു. മന്ത്രി വീണ ജോർജിന്റെ നേതൃത്വത്തിൽ ഇന്നും ഉന്നതതല യോഗം ചേർന്ന് സംസ്ഥാനത്തെ നിപ സാഹചര്യം വിലയിരുത്തിയിട്ടുണ്ട്. ശരി, അലക്സ് റാം മുഹമ്മദാണ് വിശദാംശങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്നും.